ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം കേട്ടോ. ആദിത്യൻ എൻ്റർടൈൻമെൻറ്റിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്നുള്ളത് തൃശ്ശൂർ ശക്തൻ തമ്പുരാൻ പാലസ് കാണാൻ വന്നേക്കാണ്. ഇത് റിനോവേഷന് വേണ്ടിയിട്ട് 2 വർഷത്തോളം ഏകദേശം അടച്ചിട്ടുള്ള ഒരു ഇതായിരുന്നു. ഇപ്പോൾ അടുത്താണ് ഇതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ. ഇവിടെ സന്ദർശന സമയമൊക്കെ ഉണ്ട്. 9:30 മുതൽ 1 മണി വരെയും അതുപോലെ തന്നെ 2 മണി മുതൽ 4:30 വരെയൊക്കെയാണ് ഇവിടെ സന്ദർശന സമയം വരുന്നത്. ഇതിൻ്റെ ഇടത്തുവശത്താണ് ടിക്കറ്റ് കൗണ്ടറൊക്കെ വരുന്നത് കേട്ടോ. ഇതിൻ്റെ തൊട്ട് ഇടത്തുവശത്തായിട്ടാണ് നമുക്ക് ടിക്കറ്റ് കൗണ്ടറൊക്കെ വരുന്നത്. 35 രൂപയാണ് ഒരാൾക്ക് ചാർജ് വരുന്നത്. അതുപോലെ തന്നെ നമ്മൾ മൊബൈൽ ക്യാമറ യൂസ് ചെയ്യുന്നതിന് ഒരു 10 രൂപ വേറെയും ചാർജ് ചെയ്യും. കുട്ടികൾക്കുള്ളത് ഒരു 10 രൂപയാണ് കുട്ടികളുടെ ടിക്കറ്റ് ചാർജ് വരുന്നത് കേട്ടോ. ഇത് നമുക്ക് വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മൊബൈൽ ക്യാമറയായാലും എന്ത് ക്യാമറയായാലും പുറത്ത് ഉള്ള ഷൂട്ടിങ് നടക്കുകയുള്ളൂ. നമ്മൾ ഇതിൻ്റെ പാലസിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ക്യാമറ കൊണ്ടുപോകാം, ഫോട്ടോ എടുക്കാനും പറ്റുള്ളൂ, വീഡിയോ എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് അതിൻ്റെ ഉള്ളിൽ സൂക്ഷിച്ച് വെച്ചിട്ടുള്ള ഒരുപാട് ഐറ്റംസിൻ്റെ ഫോട്ടോ ആയിട്ടാണ് നമുക്ക് കിട്ടിയേക്കണത്. വീഡിയോ ആയിട്ട് പകർത്താനായിട്ട് നമുക്ക് കഴിഞ്ഞിട്ടില്ല. കൊച്ചി രാജ്യത്തെ ശക്തനായ ഭരണാധികാരിയും പ്രതാപിയുമായിരുന്ന രാമവർമ്മ ശക്തൻ തമ്പുരാൻ്റെ കൊട്ടാരമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. റിനോവേഷന് വേണ്ടിയിട്ട് ഏകദേശം 2 വർഷത്തോളം അടച്ചിട്ടിരിക്കുകയായിരുന്നു. വടക്കേച്ചിറ കോവിലകം വടക്കേച്ചിറ പാലസ് എന്നറിയപ്പെടുന്ന ഈ പാലസ് 1795 രാമവർമ്മ ശക്തൻ തമ്പുരാൻ പണി കഴിപ്പിച്ചത്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കേരളീയ വാസ്തുകലയും പാശ്ചാത്യ നമ്മുടെ ഡച്ച് മാതൃകയും കൂടി കലർന്ന ഒരു നിർമ്മിതിയാണ് ഈ പാലസിൻ്റെ പ്രത്യേകത. ഇതിനകത്ത് ചരിത്രപ്രധാനമുള്ള ഒരുപാട് വസ്തുക്കളുണ്ട്. പക്ഷേ വീഡിയോഗ്രാഫി അലൗഡ് അല്ലാത്തത് കൊണ്ട് നമുക്ക് ചരിത്രപ്രധാനമുള്ള പല വസ്തുക്കളും നമുക്ക് ക്ലിയറായിട്ട് എടുക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫോട്ടോ രൂപത്തിലാണ് നമ്മളിതിൽ കൂടുതൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സംരക്ഷണയിലുണ്ടായിരുന്ന ശക്തൻ പാലസ് 2005 മ്യൂസിയമായിട്ട് കൺവേർട്ടാക്കുന്നത്. പുരാതന കാലത്തെയും രാജവംശകാലത്തെയും ഒരുപാട് അവശേഷിപ്പുകൾ നമുക്കിവിടെ ഇതിൻ്റെ ഉള്ളിൽ കാണാൻ കഴിയും. ഇതിന് ആയിരക്കണക്കിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. തീർച്ചയായും ഇതെല്ലാം വന്ന് നേരിൽ തന്നെ കാണുന്നതാണ് എന്താ പറയുക, കൂടുതൽ നന്നാവുക എന്നാണ് എനിക്ക് തോന്നുന്നത്. 2 നിലകളിലായിട്ട് നടുമുറ്റത്തോടു കൂടിയ 4 കെട്ട് മാതൃകയിലൊക്കെയാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് നിർമ്മിച്ചിരിക്കുന്നത് പ്രത്യേകമായി രാജവംശകാലത്തെ പല നിർമ്മിതികളും നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. ഏറെ നമുക്കൊരു കൗതുകം തരുന്ന കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക. രാജവംശകാലത്തെ അടുക്കളയും അതുപോലെ തന്നെ അടുക്കളയിൽ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളും ഒക്കെ ഒരു കൗതുകം ഉണർത്തുന്ന സംഭവങ്ങളാണ്. ഇതൊക്കെ ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള ഒരു ഐറ്റംസുകളാണ്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ നമുക്ക് വളരെയധികം കൗതുകമാണ്. എല്ലാ ഐറ്റംസിൻ്റെയും അതിൻ്റെ ഡീറ്റെയിൽ അവരോട് കൃത്യമായിട്ട് അടയാളപ്പെടുത്തിയിട്ട് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതിൻ്റെ
എല്ലാത്തിൻ്റെയും തൊട്ടടുത്ത് തന്നെ നമുക്ക് അത് വിശദീകരിച്ച് അത് എഴുതി വെച്ചിട്ടുണ്ട്. നമുക്കത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഈ രാജവംശകാലത്തെ ലിഖിതങ്ങൾ, രാജലിഖിതങ്ങൾ നമുക്ക് അവിടെയുണ്ട്. ഒരുപാട് കണ്ടുപിടിച്ചിട്ടുണ്ട്. അതുപോലെ പാലക്കാട് ഭാഗത്തു നിന്നുള്ള കൊടുത്തിട്ടുള്ള ഐറ്റംസ്. ഇത് നമ്മൾ കാണുന്നത് നമ്മുടെ ഈ സമ്പാദ്യങ്ങൾ സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇത്തരം ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ആയിരക്കണക്കിന് എന്താ പറയുക, ആയിരക്കണക്കിന് എണ്ണം നമുക്കവിടെ കാണാനായിട്ട് പറ്റും. അതെന്തായാലും ഒരു ദിവസം ശരീരത്തിൽ കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും കാണണം. ഇപ്പോൾ റിനോവേഷൻ കഴിഞ്ഞ് അടിപൊളിയായിട്ട് അവരവിടെ എന്താ പറയുക, അടിപൊളിയായിട്ട് അവരവിടെ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് വന്നാൽ ഒരിക്കലും നഷ്ടമൊന്നും ആവില്ല. കുട്ടികളായിട്ട് വന്നു കഴിഞ്ഞാൽ നഷ്ടമൊന്നും ആവില്ല. ഞങ്ങൾ പോയതൊരു ഹോളിഡേ ഡേറ്റിലാണ് പോയത്. പക്ഷേ നല്ല തിരക്കുണ്ടായിരുന്നു. കൂടുതലും കുട്ടികളും ഫാമിലീസും ഒക്കെ തന്നെയാണ് അവിടെ ഉണ്ടായിരുന്നത്. ഈ മ്യൂസിയം കണ്ടു കഴിഞ്ഞാൽ തന്നെ അതിന് ചുറ്റുവട്ടത്ത് ഒരുപാട് ഗാർഡനും അതുപോലെ തന്നെ അടിപൊളി ഉദ്യാനങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും അതൊക്കെ നമുക്ക് കാണാനായിട്ട്. ശക്തൻ തമ്പുരാനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ശക്തൻ തമ്പുരാൻ്റെ ഭരണകാലഘട്ടം എന്ന് പറയുന്നത് 1751 മുതൽ 1805 വരെയാണ്. ഇത് ശക്തൻ തമ്പുരാൻ്റെ ഭരണകാലം എന്ന് പറയുന്നത് കൊച്ചി രാജ്യത്തിൻ്റെ സുവർണ കാലഘട്ടം എന്നാണ് ചരിത്രത്തിലൊക്കെ പറഞ്ഞിരിക്കുന്നത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ഭൂപ്രഭുക്കന്മാരെയും അതുപോലെ സാമന്തന്മാരെയൊക്കെ നിയന്ത്രിച്ചും ചിലരെയെല്ലാം എന്താ പറയുക അടിച്ചമർത്തിയിട്ടും മറ്റ് രാജവംശവുമായിട്ടും അല്ലെങ്കിൽ രാജാക്കന്മാരുമായിട്ടൊക്കെ ഭരണപരമായിട്ടും അതുപോലെ കച്ചവടപരമായിട്ടൊക്കെ വളരെ തന്ത്രപ്രധാനമായ ബന്ധങ്ങളിലൂടെയാണ് വളരെ പ്രതാപിയും ശക്തനുമായിട്ടുള്ള രാജാവായിട്ട് ശക്തൻ തമ്പുരാൻ മാറിയത്. അതുകൊണ്ട് തന്നെ ശക്തൻ തമ്പുരാൻ്റെ ഭരണകാലഘട്ടം സുവർണ കാലഘട്ടം എന്നാണ് എല്ലാവരും അതുപോലെ ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയിട്ടുള്ളത്. ഒരിക്കലും ഇങ്ങോട്ട് വന്നതുകൊണ്ട് ഒരു നഷ്ടം പറ്റിയെന്ന് അല്ലെങ്കിൽ നമ്മളെ സമയം പോയിന്ന് ഒരിക്കലും നിങ്ങൾക്ക് തോന്നില്ല. അത് ഞാൻ ഉറപ്പ് വരുന്നു. അത്ര രസകരമായിട്ട് ഇവിടെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരിക്കലും നമ്മൾ ഈ നഷ്ടം വന്നു എന്നുള്ള രീതിയിൽ നമുക്ക് തോന്നില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്യണം. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതുവരെ എല്ലാവർക്കും ബൈ ബൈ.